വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി തന്നെയായിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെന്ന് കോൺഗ്രസ് നേതൃത്വം ഐക്യകണ്ഠേന പറഞ്ഞിരിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധിയേക്കാൾ ആപ്റ്റായ മറ്റൊരു സ്ഥാനാർത്ഥി ഇല്ല. അത്രയും യോഗ്യതയുള്ള, ജനങ്ങൾ ആഗ്രഹിക്കുന്ന, ജനങ്ങൾ അവരുടെ പ്രതിയാകണം എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണവർ. രാഹുൽ ഗാന്ധിയുടെ വിജയത്തിന് ചുക്കാൻ പിടിച്ചതിൽ പ്രിയങ്ക ഗാന്ധിക്ക് വളരെയധികം വലിയ പങ്കാണുള്ളത്. ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ 3,90,000 വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും അതുപോലെ തന്നെ അമേത്തിയിൽ കിഷോരിലാൽ ശർമ്മ വിജയിക്കുകയും വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും വളരെയധികം ആത്മവിശ്വാസത്തോടുകൂടി വിജയിച്ചു കയറുകയും ചെയ്തപ്പോൾ വയനാട് ഉപേക്ഷിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗമില്ല. കാരണം നിരവധിയായ വിഷയങ്ങൾ തന്നെയാണ്. UP രാഷ്ട്രീയത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതിൻ്റെ അനിവാര്യത മാത്രമല്ല, പരമ്പരാഗതമായിട്ടുള്ള കോൺഗ്രസ് മണ്ഡലങ്ങളായിട്ടുള്ള റായ്ബറേലിയും അമേത്തിയും നിലനിർത്തുക എന്നുള്ളത് നിർണായകമായ കാര്യം തന്നെയാണ്. അതിനാൽ തന്നെയാണ് ഏറെ വിഷമത്തോടെ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിയുന്നത്. എന്നാൽ ഈ രണ്ട് മണ്ഡലങ്ങളും തനിക്ക് ഏറ്റവും പ്രിയങ്കരമായിരിക്കും എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ജനങ്ങളോട് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ഭരണഘടനയെ വെല്ലുവിളിച്ച, ഭരണഘടനയുടെ ഭേദഗതി ആവശ്യപ്പെടാൻ 400-ൽ അധികം സീറ്റ് എന്ന് കൊട്ടിഘോഷിച്ച നരേന്ദ്രമോദിക്ക് ഒടുവിൽ ഭരണഘടന ശിരസിൽ വെക്കേണ്ടി വരുന്ന സാഹചര്യം. ഇതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി കൊടുത്തിരിക്കുന്നു. ഇക്കുറി ഉപതെരഞ്ഞെടുപ്പിൽ തീർച്ചയായും വയനാട്ടിൽ നിന്നും പ്രിയങ്ക ഗാന്ധിയെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ നയങ്ങൾ തന്നെയാണ് കോൺഗ്രസ് അവലംബിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി അർത്ഥസമ്മതം മൂളിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പാർലമെൻറ്റിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. നേരത്തെ വാരണാസിയിൽ നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അജയ് റായ് മികച്ച രീതിയിലുള്ള ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. നരേന്ദ്രമോദി ഒരു ഘട്ടത്തിൽ പിന്നിലുമായിരുന്നു. വെറും 1,52,000 വോട്ടുകളുടെ മാർജിനിലാണ് നരേന്ദ്രമോദിക്ക് ആകെ വിജയിക്കാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി ആയിരുന്നെങ്കിൽ ഫലം മറ്റൊന്നായിന് എന്ന് രാഹുൽ ഗാന്ധി വെറുതെ പറയുന്നതല്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ അംഗബലം വർദ്ധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. 99-ൽ നിന്നും 102 സീറ്റുകൾ സ്വതന്ത്രർ കൂടി കോൺഗ്രസിൽ ചേർന്നതോടുകൂടിയാണ് ഇത്തരത്തിലേക്ക് ഫലം വന്നത്. ഇനിയും സീറ്റുകൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഇതിനകത്ത് പല പാർട്ടി അംഗങ്ങളും കോൺഗ്രസിലേക്ക് ചേക്കേറാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്നും വളരെ വ്യക്തമാണ്. കോൺഗ്രസിൻ്റെ അംഗസംഖ്യ ഒരു വർഷത്തിനുള്ളിൽ ഇതിൽ കൂടുതൽ വർദ്ധിക്കാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ടെന്ന് രാഹുൽ ഗാന്ധി വെറുതെ പറയുന്നതല്ല.